എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 2-ാമത്തെ സർഗത്തിലെ 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ശ്ലോകങ്ങളിലൊക്കെ അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ആ തമസാ നദിയുടെ തീരത്ത് വച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ് പുറപ്പെടുന്നത്. അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമൊക്കെ കണ്ടപ്പോൾ കുളിക്കാൻ വേണ്ടി പുറപ്പെട്ട് അതിനായിട്ട് അവിടെ നിൽക്കുകയായിരുന്ന വാൽമീകി പെട്ടെന്നാണ് കാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയത്. എന്തിനാണ് സ്ഥിരമായിട്ട് കുളിക്കാനായിട്ട്, സ്നാനത്തിനായിട്ടും സന്ധ്യാവന്ദനത്തിനും ഒക്കെ ആയിട്ടും വരുന്ന ഈ നദിയിൽ അതിൻ്റെ തീരത്ത് പിന്നെന്താണ് കാണാനായിട്ട് ഇത്ര ഉള്ളത് എന്നൊക്കെ ചോദിക്കാമെങ്കിലും ചിലതൊക്കെ സംഭവിക്കാറാവുമ്പോൾ അങ്ങനെയൊക്കെ ആയിത്തീരും നമ്മുടെ നടപടികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ. എന്നും കാണുന്ന കാടായിരിക്കും, എന്നും കാണുന്ന വഴിയായിരിക്കും, എന്നും കാണുന്ന തടാകം അല്ലെങ്കിൽ നദിയൊക്കെ ആയിരിക്കുമെങ്കിലും അന്നത്തെ ദിവസം ചില പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് എടുത്തു കാണിക്കുകയാണ്. പെട്ടെന്ന് ആ കാട്ടിലേക്കൊക്കെ ഒന്ന് വാൽമീകിക്ക് നടക്കാൻ തോന്നി. അങ്ങനെ നടന്നപ്പോഴാണ് 2 ഇണപ്പക്ഷികൾ അങ്ങനെ പറന്ന് സന്തോഷമായിട്ട് നടക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഒരു വേടൻ്റെ വരവുണ്ടായത്. യാതൊരു ദയവുമില്ലാതെ ആ വേടൻ ആൺപക്ഷിയുടെ മേലേക്ക് അസ്ത്രമെയ്തു എന്ന് പറയണത്. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ പറയാണ്. 14-ാമത്തെ ശ്ലോകം നോക്കൂ. തതഃ കരുണവേദിത്വാദധർമ്മോയമിതി ദ്വിജ നിശാമ്യ രുദതീം ക്രൗഞ്ചീമിദം വചനമബ്രവീത്. തതഃ ആ പക്ഷി താഴ്ത്തു വീണ് കിടക്കുന്നു. അതിങ്ങനെ പെടഞ്ഞ് മരിക്കാറായി. അപ്പോൾ മുകളിലിരിക്കുന്ന പെൺപക്ഷി താഴത്തേക്ക് നോക്കി ഉറക്കുറക്കെ കരയാണ്. അത് കണ്ടുകൊണ്ട് തതഃ അപ്പോൾ കരുണവേദിത്വാത്, അതാണ് ആ വാക്കുകളൊക്കെ കവി വളരെ ശ്രദ്ധിച്ചാണ് പ്രയോഗിക്കുന്നത്. കരുണവേദിത്വം എന്ന് പറയണത് ഒരു ഋഷിയുടെ, ഒരു മുനിയുടെ അല്ലെങ്കിൽ ഒരു കവിയുടെ സ്വഭാവമാണ്. വേറൊരാളുടെ ദുഃഖത്തെ തൻ്റെ ദുഃഖമാക്കി മാറ്റാനുള്ള കഴിവ്. ഒരു പക്ഷിയല്ലേ, വേണമെങ്കിൽ വാൽമീകിക്ക് ഒന്നും ഇടപെടാതെ മിണ്ടാതെ വേടൻ്റെ പണിയെടുത്തു, അയാൾക്ക് തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും അസ്ത്രം എയ്തതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോന്നാൽ മതി. അതല്ലല്ലോ ചെയ്തത്. ആ പെൺപക്ഷിയുടെ ദുഃഖം മുഴുവനും ഒരു വല്ലാത്ത വേദനയായിട്ട് വാൽമീകിയുടെ മനസ്സിലേക്ക് കയറിപ്പോയി. അതുകൊണ്ടാണ് കരുണവേദിത്വാത്, അവളുടെ ദൈന്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് കരുണവേദിത്വാത്. ദ്വിജ, ആ ഋഷി, ബ്രാഹ്മണനായിട്ടുള്ള ആ ഋഷി, ബ്രാഹ്മണൻ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നേ അർത്ഥമുള്ളൂ. ഈ വാൽമീകി ആരായിരുന്നു എന്നോ അദ്ദേഹത്തിൻ്റെ കുലം എന്താണെന്നോ അദ്ദേഹം ഏത് ഒരു മുനിയുടെ പുത്രനായിട്ട്, ഏതൊരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടാണോ വന്നതെന്നൊന്നും എവിടെയും പറയണില്ല. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ട് അറിവിൻ്റെ കവാടങ്ങളിലേക്ക്, അറിവിൻ്റെ ആ ഒരു മേഖലയിലേക്ക് വന്ന ആളാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ദ്വിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനം ലഭിച്ച അങ്ങനെയുള്ള ഋഷിവര്യൻ. ദ്വിജ അധർമ്മോ അയം അധർമ്മ അയം ഇതി, ഈ ചെയ്തത് അധർമ്മമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു തെറ്റ് കണ്ടാൽ ഉറക്കെ പറയാൻ പറ്റുക എന്നുള്ളതൊക്കെ വളരെ ഒരു വലിയ ഇടപെടലാണ്. തെറ്റ് കണ്ടാൽ പലപ്പോഴും മിണ്ടാതെ പോരുകയാണ് എല്ലാവരും ചെയ്യുക. പക്ഷേ തെറ്റിനെ തെറ്റായിട്ട് അരുതാത്ത കർമ്മമാണ് നീ ചെയ്തത് എന്ന് കാട്ടാളനോട് പറയുന്നുണ്ട്. അത് പറയണത് വേറെ ആരുമല്ല, ലോകത്തെപ്പറ്റി മുഴുവനും മനസ്സിലാക്കിയ ഒരു ഋഷിയാണ്. അതുകൊണ്ട് അധർമ്മമാണിത്. എന്തുകൊണ്ടാണ് അത് അത്ര വലിയ അധർമ്മമായത് എന്നുള്ളതും കൂടി നോക്കുമ്പോൾ ഈ 2 പക്ഷികൾ അല്ലാതെ എത്രയോ പക്ഷികൾ കാട്ടിൽ വേണമെങ്കിൽ കിട്ടാണ്ട്, അല്ലെങ്കിൽ എത്രയോ മൃഗങ്ങൾ കിട്ടാണ്ട്, ഇവരുടെ ആ ഒരു ഒരുമയെ ഇഷ്ടപ്പെടാത്ത ഒരു കാലുഷ്യ ബുദ്ധിയുള്ള ഒരാളായി പോയി ഈ വേടൻ. അത്രയും സന്തോഷമായിട്ടിരിക്കുന്നതിൽ ഒരെണ്ണത്തിനെ, 2 ഇരിക്കുന്ന മിഥുനങ്ങളിൽ ഒന്നിനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. എത്രയോ പക്ഷികളും മൃഗങ്ങളും അവിടെ സഞ്ചരിക്കുന്നു. അതിലൊന്നിനെ കൊന്ന് വിശപ്പകറ്റുക, അതിൻ്റെ മാംസം കഴിക്കുക, അങ്ങനെയൊക്കെയല്ലേ വേണ്ടു. പക്ഷേ ഇവരുടെ ആ ഒരു സന്തോഷത്തെ ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കിയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത് കഠിനമായിട്ടുള്ളൊരു അധർമ്മമാണ് എന്ന് മുനി പറഞ്ഞത്. അധർമ്മോയം ഇതി ദ്വിജ നിശാമ്യ, എന്ത് കണ്ടിട്ടാണ് അത് പറഞ്ഞത്? രുദതീം ക്രൗഞ്ചീം നിശാമ്യ, ഉറക്കെ പൊട്ടിക്കരയുന്ന, പക്ഷിയുടെ ഭാഷയിലായാലും ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവളായ ക്രൗഞ്ചീം, ആ ക്രൗഞ്ചി പെൺപക്ഷിയെ, ക്രൗഞ്ചപക്ഷിയെ നിശാമ്യ കണ്ടിട്ട് ഇതം വചനം അബ്രവീത്, ഈ വാക്ക് പറഞ്ഞു. കഠിനമായിട്ടുള്ള ഒരു ദൃശ്യമാണ് കണ്ടത്. വാക്കും അതുപോലെ തന്നെ കഠിനമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് എന്നുള്ളത് പറയാം. 15-ാമത്തെ ശ്ലോകം നോക്കൂ. നമ്മളെല്ലാവരും കേട്ട് പഴകിയ, തെറ്റായ തരത്തിൽ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുള്ളതായ ഒരു ശ്ലോകം.
മാ നിഷാദപ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമാ യത്ക്രൗഞ്ചമിഥുനാദേകമവധീ കാമമോഹിതം. ഇതായിരുന്നു വേടനോട് മുനി പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ. എന്താണ് പറഞ്ഞത്? ഹേ നിഷാദ, അല്ലയോ കാട്ടാള, ത്വം ശാശ്വതീഹി സമാഹ പ്രതിഷ്ഠാം മാ അഗമ. ഇതാണ് സത്യത്തിലുള്ള ശാപം. അല്ലയോ വേട, കാട്ടാള, നീ ഈ ഭൂമുഖത്ത് അധികം കാലം ജീവിക്കാനിടവരാതെയാകട്ടെ. അതാണ് ശാശ്വതീഹി സമാഹ, ചിരകാലം. ശാശ്വതി എന്ന് പറഞ്ഞാൽ വളരെ ശാശ്വതമായിട്ട് കുറേ കാലത്തേക്ക്, സമാഹ വർഷങ്ങൾ, പ്രതിഷ്ഠ ആ കുറേ കാലത്തേക്കുള്ള നിൻ്റെ ഇവിടെ ഒരു വാസമുണ്ടല്ലോ, ഈ ഭൂമിയിൽ വസിക്കുക എന്നുള്ളത്, അത് നടക്കാതെ പോകട്ടെ. അതായത് നീ ഇപ്പോൾ തന്നെ മരിച്ചു പോകട്ടെ എന്നർത്ഥം. അപ്പോൾ മാ അഗമ എന്നാണ് അന്വയിക്കേണ്ടത്, അല്ലാതെ മാ നിഷാദ എന്നല്ല പറയേണ്ടത്. അത് ഒരുമിച്ച് പറയണോണ്ട് അരുത് കാട്ടാള അരുത് കാട്ടാള എന്ന് നമ്മൾ പലപ്പോഴും പല ദിക്കിലും തെറ്റി പറയാറുണ്ടെങ്കിലും അരുത് കാട്ടാള എന്നല്ല. മാ എന്നുള്ളതിന് അരുത് എന്നും ഇല്ല എന്നും അല്ല എന്നും ഒക്കെയുള്ള നിഷേധാർത്ഥങ്ങളാണുള്ളത്. അതുകൊണ്ട് മാ അഗമ അല്ലെങ്കിൽ മാ ഗമ എന്നേ വേണ്ടു. ഒരു വൈദിക പ്രയോഗമായിട്ട് അതിനെ കണ്ടാൽ മതി. മാ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ലുങ്ങിൻ്റെ അകാരം ലോപിച്ച് പോണ്ടതാണ്. മാ ഗമ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ ലോപിച്ചിട്ടില്ല. അതുകൊണ്ട് അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. വൈദിക പ്രയോഗമായിട്ട് നമ്മളതിനെ അംഗീകരിക്കുന്നു. അതാണ് മാ അഗമ. ത്വം മാ അഗമ, നിനക്ക് ചിരകാല പ്രതിഷ്ഠ ഇവിടെ ഇല്ലാതെ പോകട്ടെ. അതിന് കാരണം എന്താണ്? യത് യസ്മാത് ക്രൗഞ്ചമിഥുനാത് ഏകം കാമമോഹിതം അവധീഹി. ക്രൗഞ്ചമിഥുനങ്ങളിൽ കാമമോഹിതനായിട്ടുള്ള ഒന്നിനെ നീ വധിച്ചുവല്ലോ. ക്രൗഞ്ചമിഥുനങ്ങളിൽ കാമമോഹിതനായ ഒന്നിനെ എന്നുള്ളത് കൊണ്ട് പുമാംസം, പുരുഷനെ, ആൺപക്ഷിയെ നീ വധിച്ചുവല്ലോ. അവ കാമമോഹിതരായിരുന്നു. അതിലൊന്നിനെ നീ വധിച്ചതുകൊണ്ട് നീ വല്ലാത്തൊരു തെറ്റ് തന്നെയാണ് ചെയ്തത്. നീ ഇപ്പോൾ തന്നെ ദഹിച്ചു പോട്ടെ, മരിച്ചു പോട്ടെ എന്നാണ് അർത്ഥം. ഇതിന് രാമായണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേറൊരർത്ഥവും പറയാറുണ്ട്. മാനിഷാദ എന്നങ്ങനെ ഒരുമിച്ച് പറയണം. അപ്പോൾ അതിന് വേറെയും കുറേ അർത്ഥങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ ഒരു അർത്ഥം കൂടി നമുക്ക് നോക്കാം. മാ നിഷാദ എന്നുള്ളതിന് മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി എന്നർത്ഥമുണ്ട്. ലക്ഷ്മി ദേവി ആരിലാണോ വസിക്കുന്നത്, മാ നിഷീദതി ഇതി മാ നിഷാദ. മാ ആരിലാണോ വസിക്കുന്നത് അവൻ മാനിഷാദൻ, ശ്രീനിവാസൻ അഥവാ മഹാവിഷ്ണു എന്നർത്ഥം. അല്ലയോ മഹാവിഷ്ണു, അങ്ങ് ഈ ലോകത്ത്, അപ്പോൾ ആ നിഷേധാർത്ഥം പോയി, മാ എന്നില്ല. അപ്പോൾ ചിരകാലം പ്രതിഷ്ഠ കിട്ടട്ടെ എന്നായി തീർന്നു. അതാണ് അസ്മിൻ ലോകെ, ഈ ലോകത്ത്, ശാശ്വതീഹി സമാഹ പ്രതിഷ്ഠാം അഗമ, ചിരകാലം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ഇടയാവട്ടെ. മാ എന്നുള്ള വാക്കിനാണ് അരുത് എന്നുള്ള അർത്ഥം വന്നത്. അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. മാ എന്ന് പറഞ്ഞാൽ ഇന്ദിര ലോകമാതാ മാ എന്നൊരു വാക്കുണ്ടല്ലോ, അമരകോശത്തിൽ വരുന്നുണ്ട്. ലക്ഷ്മി ദേവിയുടെ പര്യായമായിട്ട് വരുന്നതാണ് മാ എന്നുള്ളത്. അപ്പോൾ ആ മാ എന്നുള്ളത് ശ്രീനിവാസൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ ഇവിടെ നിഷേധാർത്ഥമില്ല. അതുകൊണ്ട് നിനക്ക് ചിരകാലം ഭൂമുഖത്ത് പ്രതിഷ്ഠ കിട്ടട്ടെ എന്നൊരർത്ഥം. അതിന് കാരണം എന്താണ്? യത് യസ്മാത് ക്രൗഞ്ചമിഥുനാത് ഏകം കാമമോഹിതം, കാമമോഹിതം ഏകം അവധീഹി. ക്രൗഞ്ചമിഥുനങ്ങളിൽ കാമമോഹിതനായ ഒന്നിനെ നീ കൊന്നുവല്ലോ. ക്രൗഞ്ചം എന്നുള്ള പദത്തിന് പക്ഷി എന്നുള്ള അർത്ഥവുമുണ്ട്, രാക്ഷസൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ക്രൗഞ്ചമിഥുനം എന്നുള്ളതിന് രാക്ഷസ ദ്വന്ദ്വങ്ങൾ, അതായത് രാവണനും മണ്ഡോദരിയും. അതിൽ കാമമോഹിതനായ ഒരുവനെ, പുരുഷനെ, എന്നാൽ രാവണനെ, കാമം കൊണ്ട് മോഹിതനായവൻ, കാമം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിവില്ലാതെ പോയവൻ, മറ്റൊരാളുടെ പത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോയവൻ, ആ അർത്ഥത്തിൽ രാവണൻ എന്ന് ആ അർത്ഥവും കിട്ടും കാമമോഹിതൻ എന്നുള്ള ആ പദത്തിന്. അപ്പോൾ കാമം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് ലൗകികമായ വിഷയങ്ങളോടുള്ള ഇഷ്ടം കാരണം പരതാരങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയ അവനെ നീ വധിച്ചുവല്ലോ. അല്ലയോ മഹാവിഷ്ണു, അങ്ങേക്ക് ഈ ഭൂമുഖത്ത് ചിരപ്രതിഷ്ഠ കിട്ടട്ടെ എന്നുള്ള വളരെ ആശംസാ രൂപത്തിലുള്ളതായ മറ്റൊരർത്ഥം. ഇതാണ് രാമായണത്തിൻ്റെ തുടക്കം. ശ്രീരാമൻ്റെ ആ വീര കൃത്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ളൊരു ശ്ലോകമാണ് എന്ന് പറയുന്നുണ്ട്. അത് കവിയുടെ വാക്കുകളാണല്ലോ. ഏത് തരത്തിലും നല്ല വ്യാഖ്യാതാക്കൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതിനെ പിന്നെയും പിന്നെയൊക്കെ വ്യാഖ്യാനിച്ചു പോകുന്നുണ്ട്. നമ്മുടെ സമയക്കുറവുകൊണ്ട് അത്രയൊന്നും നോക്കിയിട്ടില്ല. ഇവിടെ ഈ രണ്ടർത്ഥങ്ങൾ പറഞ്ഞു നിർത്താം.
നല്ലൊരു ശ്ലോകത്തിൽ കൂടെ, നല്ലൊരു അർത്ഥത്തിൽ കൂടെ രാമായണം തുടങ്ങട്ടെ എന്നുള്ളത് കൊണ്ടും ശ്രീരാമനെ സ്തുതിക്കുകയാണ് എന്നുള്ളത് കൊണ്ടും ഇങ്ങനെയൊരു അർത്ഥം കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും സന്ദർഭം വച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിഷാദൻ വന്നു, വേടൻ വന്നു, പക്ഷിയെ അസ്ത്രമെയ്ത് കൊന്നു എന്ന് വരുമ്പോൾ അവനെ ശപിക്കുക തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ സന്ദർഭം കൊണ്ട് നേരത്തെ നാരദൻ പറഞ്ഞ കഥകളൊക്കെ അങ്ങനെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും രാമായണ കഥയുമായിട്ട് അതിനൊരു ബന്ധവും വന്നു. അവിടെയാണ് കവിയുടെ കവിത്വം എന്നർത്ഥം. ഒന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി തോന്നുക എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത്? തസ്യേത്ഥം ബ്രുവതശ്ചിന്താ ബഭൂവ ഹൃദി വീക്ഷത ശോകാർത്തേനസ്യ ശകുനേ കിമിതം വ്യാഹൃതം മയാ. സത്യത്തിൽ ഇത് വാൽമീകി അറിഞ്ഞു പോലുമില്ല താൻ എന്താ പറഞ്ഞത് എന്നുള്ളത്. അല്പനേരത്തേക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അതിൽ മുമ്പ് വാക്കുകൾ പുറത്തു വന്നു. അതങ്ങനെയാണ്, നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് വാക്കുകൾ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് 2-3 വട്ടം ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും പറയാനെന്നൊക്കെ പറയണത്. അങ്ങനെ പറയണ വാക്കുകൾക്ക് നല്ല ശക്തിയായിരിക്കും, നല്ലവണ്ണം ഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം വാക്കുകൾ പറയാൻ എന്ന് നമ്മുടെ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, കാരണവന്മാരൊക്കെ പറയും. ഇവിടെ അങ്ങനെ സംഭവിച്ചു പോയി. വാൽമീകിയുടെ ഉള്ളിൽ നിന്നുണ്ടായ ആ വികാര തള്ളിച്ച കാരണം പെട്ടെന്ന് വാക്കുകൾ പുറത്തു വരികയാണ് ഉണ്ടായത്. അത് പിന്നെയാണ് കവി ആലോചിക്കണത്. തസ്യ ഇത്തം ബ്രുവതശ്ചിന്താ ബഭൂവ. ഇത്തം ബ്രുവത, ഇപ്രകാരമൊക്കെ പറഞ്ഞവനായ തസ്യ എന്ന് പറഞ്ഞാൽ ആ വാൽമീകി മഹർഷിക്ക് അപ്പോൾ തന്നെ എന്തുണ്ടായി? വീക്ഷതഃ തസ്യ ഹൃദി ചിന്താ ബഭൂവ. ചുറ്റുപാടുമൊക്കെ നിരീക്ഷിച്ച അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിന്ത പൊന്തി വന്നു. ഹൃദി ചിന്താ ബഭൂവ. എന്താണ് ചിന്തിച്ചതെന്ന് അടുത്ത വരിയിൽ പറയാണ്. അസ്യ ശകുനേഹേ ശോകാർത്തേന. ഈ ശകുനിയുടെ, ശകുനി എന്നുള്ളതിന് പക്ഷി എന്നാണ് അർത്ഥം. ശകുനം പക്ഷിയൊക്കെ ആയിട്ട് പറയാറുണ്ട്. ഈ പക്ഷിയുടെ ശോകം കണ്ട് ആർത്തനായ, ശോകാർത്തേനമയ, ശോകാർത്തനായി തീർന്ന എന്നാൽ കിമിതം വ്യാഹൃതം, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, എൻ്റെ നാവിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വന്നത് എന്ന് പെട്ടെന്നാണ് ചിന്തിച്ചത്. ചിന്തിക്കണേലും മുമ്പ് തന്നെ വാക്കുകൾ പുറത്തേക്ക് വന്നു. നല്ല വാചാടോപമുള്ളവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ വാക്കുകൾ പുറത്തേക്ക് വരും. വാൽമീകിക്കും പ്രതിഭയുണ്ടായി കഴിഞ്ഞു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല അവിടെ ഒരു വല്ലാത്ത ദുഃഖം കൂടി, ഒരു കരുണത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു. അതുകൊണ്ട് ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ട് പറഞ്ഞു. പെട്ടെന്നാണ് ആലോചിച്ചത്, ഒരു പക്ഷിയുടെ ദുഃഖം കണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന്. ഈ പക്ഷിയുടെ ദുഃഖം തൻ്റെ ദുഃഖമാക്കിയിട്ട് താൻ എന്താണ് പെട്ടെന്ന് പറഞ്ഞു പോയത് എന്ന് വാൽമീകി ആലോചിക്കുകയും ചെയ്തു. എന്നിട്ട് ചിന്തയൻ സമഹാപ്രാജ്ഞശ്ചകാരമതിമാൻമതിം ശിഷ്യം ജൈവാബ്രവീത് വാക്യം ഇതം സമുനി പുങ്കവ. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചപ്പോഴായിരിക്കണം വാൽമീകിക്ക് ഇങ്ങനെ കൂടി ഒരു അർത്ഥം തോന്നിയത്. ആദ്യം നിഷാദനെ അല്ലെങ്കിൽ വേടനെ ശപിക്കുന്ന രീതിയിലുള്ള ഒരർത്ഥം തന്നെയാണല്ലോ അതിനുള്ളത്. പക്ഷേ കുറച്ചു നേരം ആലോചിച്ചപ്പോൾ അതിന് നല്ലൊരർത്ഥം കൂടി ഉണ്ട് എന്ന്, അങ്ങനെ കൂടി വ്യാഖ്യാനിക്കാമെന്ന് കൂടി ചിലപ്പോൾ തോന്നിക്കാണും. അതുകൊണ്ടാണ് പറയണത്, മഹാപ്രാജ്ഞ മതിമാൻ സ ചിന്തയൻ ഏവം മതിം ചകാര. നല്ല അഭ്യസ്തവിദ്യനായ, മഹാപ്രാജ്ഞനായ, പണ്ഡിതനായ, നല്ല ബുദ്ധിമാനായ, വിവേകവും വിജ്ഞാനവും ഒപ്പം ഉള്ള ഒരാളാണ്. ചിലപ്പോൾ വിവേകം ഉണ്ടാവും, വിവേകം ഉണ്ടാവും, വിജ്ഞാനം ഉണ്ടാവില്ല. ചിലർക്ക് വിജ്ഞാനം ഉണ്ടാവും, വിവേകം ഉണ്ടാവില്ല. പക്ഷേ ഇത് രണ്ടും കൂടിച്ചേർന്നിട്ടുള്ള ഒരാളായിരുന്നു വാൽമീകി. അതുകൊണ്ട് വാൽമീകി പെട്ടെന്ന് തന്നെ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. മതിം ചകാര. അങ്ങനെ ബുദ്ധിമാനായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. തൻ്റെ ശിഷ്യനടുത്തുണ്ടല്ലോ, ഭരദ്വാജൻ്റെ കൂടെയാണല്ലോ സ്നാനത്തിനായിട്ട് വന്നത്. ഭരദ്വാജനോട് പറഞ്ഞു കൊടുക്കണം, താൻ ഈ പറഞ്ഞത് നല്ല അർത്ഥമായിക്കോട്ടെ ചീത്താർത്ഥമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, താനത് എന്താണ് അതുകൊണ്ട് ഉണ്ടായത്, എന്താണ് അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശിഷ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ പറയാണ്, ശിഷ്യം ജൈവാബ്രവീത് വാക്യം ഇതം സമുനി പുങ്കവ. സമുനി പുങ്കവ ഇതം വാക്യം ശിഷ്യം അബ്രവീത് ച. ആ മുനിപുങ്കവൻ വാൽമീകി തൻ്റെ ശിഷ്യനോട് ഇപ്രകാരം പറയുകയും ചെയ്തു. പെട്ടെന്ന് വേടനെ ശപിച്ചു. അത് കഴിഞ്ഞിട്ട് മുനിയൊന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ അർത്ഥവും ബോധവും ഒക്കെ ഉണ്ടായി. ഉടനെ തന്നെ തൻ്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറയാൻ ആരംഭിച്ചു. എന്തായിരുന്നു അത്? അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറയണത്.
പാദബദ്ധോക്ഷരസമസ്തന്ത്രീലയ സമന്വിത ശോകാർത്തസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യഥാ. ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. നമ്മൾ ശ്ലോകം എന്ന് സാമാന്യമായിട്ട് പറയുമെങ്കിലും ഈ 8 അക്ഷരങ്ങളുള്ള നല്ല രസകരമായി ചൊല്ലാവുന്ന അനുഷ്ടുപ്പുകളെയാണ് പൊതുവെ ശ്ലോകം എന്ന് പറയാറുള്ളത്. ഇപ്പോൾ പിന്നെ മന്ദാക്രാന്തി ആയിക്കോട്ടെ, ശാർദൂല വിക്രീഡിതമായിക്കോട്ടെ, എന്തിനേയും ശ്ലോകം എന്ന് പറയുമെങ്കിലും സത്യത്തിൽ ശ്ലോകം എന്നുള്ള വാക്കുകൊണ്ട് അനുഷ്ടുപ്പിൻ്റെ ലക്ഷണമാണ് പറയാറുള്ളത്. അനുഷ്ടുപ്പിനെയാണ് ശ്ലോകമെന്ന് പറയാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വ്യാപ്തി വന്നിട്ട്, അർത്ഥവ്യാപ്തി വന്നിട്ട് എല്ലാ സംസ്കൃത ശ്ലോകങ്ങളെയും എല്ലാ വൃത്തത്തിലുള്ള ശ്ലോകങ്ങളെയും പറയാറുണ്ട്. അപ്പോൾ അന്നത്തെ രീതിക്ക് പറയാണ്, ഞാൻ പറഞ്ഞത് ഇതുവരെ പറയാത്ത രീതിയിലുള്ളൊരു വാക്യമാണ്. വേദകാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു പദ്യരൂപത്തിൽ വാക്കുകൾ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് പറയാണ്, പാദബദ്ധ, പ്രത്യേക പാദത്തിൽ വരികളിൽ ഉപനിബന്ധിപ്പിച്ചത്. 4 വരിയായിട്ടാണ് ചൊല്ലിയത്. വെറുതെ ഒരു വാക്യം പറയല്ല ഉണ്ടായത്, ഒരു ഗദ്യം പറയല്ല ഉണ്ടായത്, 4 വരിയായിട്ടാണ് പറഞ്ഞത്. ശാപമൊക്കെ 4 വരിയായിട്ട് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അതിനെ മംഗളശ്ലോകമായിട്ട്, രാമായണത്തിൻ്റെ 1-ാമത്തെ ശ്ലോകമായിട്ടൊക്കെ കണക്കാക്കണത്. ശ്രീരാമനെ സ്തുതിക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചത്. എന്തായാലും പാദബദ്ധം, വരികൾ ഉപനിബന്ധിപ്പിച്ചതും വരികളുടെ രൂപത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടതും, അക്ഷരസമം, എല്ലാത്തിലും തുല്യമായ അക്ഷരങ്ങൾ, 8 അക്ഷരങ്ങളുള്ളതും, തന്ത്രീലയ സമന്വിത, ഒരു വീണ വായിക്കുന്നത് പോലെ രസകരമായ, പാട്ട് പാടുമ്പോൾ അതിനൊരു സംഗീതത്തിൻ്റെ ഛായ ഉണ്ടല്ലോ, നല്ല നല്ല അക്ഷരങ്ങളും ഒക്കെ ചേർത്ത് വച്ചൊരു സംഗീതത്തിൻ്റെ പ്രവാഹം പോലെ എൻ്റെ നാവിൽ നിന്ന് ഒഴുകി വന്നതായിട്ടുള്ള ഈ കാവ്യം, അത് എങ്ങനെയാണ് എനിക്ക് ചൊല്ലാൻ പറ്റിയത്? ശോകാർത്തസ്യ പ്രവൃത്ത മേ, ശോകാർത്തനായി നിന്ന എൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വന്നതായ ഈ ശ്ലോകം അന്യഥാ ന ഭവതു, വെറുതെയായി തീരുകയില്ല. അതായത് ഇപ്പോൾ ഈ വരികൾ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് വലിയ ഒന്നിൻ്റെ ഒരു തുടക്കമായിട്ടാണ്. അപ്പോഴേക്കും വാൽമീകിയുടെ മനസ്സിലെ രാമായണത്തിൻ്റെ പൊടിപ്പുകൾ, ഉദ്ഭവങ്ങൾ വന്നു തുടങ്ങി. ഇതിനെ രാമായണവുമായിട്ട് ബന്ധിപ്പിക്കാം എന്ന് വാൽമീകിക്ക് മനസ്സിലായി. അതിനുള്ള വിശേഷണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മഹാപ്രാജ്ഞനാണ്, മതിമാനാണ്, ചിന്തിച്ചു, ഉള്ളിലേക്ക് നോക്കി എന്നൊക്കെ പറയണത് ഒട്ടും പുറമേക്ക് മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളല്ല വാൽമീകി എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത്ര നേരം കൊണ്ട്, വളരെ നിസ്സാരമായിട്ടുള്ളൊരു സമയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ശ്ലോകങ്ങളെ വലിയൊരു മഹാകാവ്യത്തിൻ്റെ തുടക്കമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ശോകം കൊണ്ട് ദുഃഖിതനായിരുന്ന എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നിതാ അത് ശ്ലോകമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു, അത് വെറുതെയാവില്ല, തീർച്ച തന്നെ എന്ന് ഭരദ്വാജനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ശിഷ്യൻ എന്താണ് അതിനെ തുടർന്ന് ചെയ്യണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതഃ കരുണവേദിത്വാദധർമ്മോയമിതി ദ്വിജ നിശാമ്യരുദതീം ക്രൗഞ്ചീമിദം വചനമബ്രവീത് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശാശ്വതീഃ സമാഃ യത്ക്രൗഞ്ചമിഥുനാദേകമവധീഃ കാമമോഹിതം തസ്യേത്ഥം ബ്രുവതശ്ചിന്താ ബഭൂവ ഹൃദി വീക്ഷത ശോകാർത്തേനാസ്യ ശകുനേഃ കിമിദം വ്യാഹൃതം മയാ ചിന്തയൻ സ മഹാപ്രാജ്ഞശ്ചകാരമതിമാന്മതിം ശിഷ്യം ചൈവാബ്രവീദ് വാക്യമിദം സ മുനിപുങ്കവ പാദബദ്ധോക്ഷരസമസ്തന്ത്രീലയ സമന്വിത ശോകാർത്തസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യഥാ. അങ്ങനെ രാമായണത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ തമസാ നദിയുടെ തീരത്ത് നിന്നുകൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചത്. ശ്രീരാമൻ്റെ കഥ ഇനി പാടാൻ പോവുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ കുളിച്ചോ ഇല്ലയോ, സന്ധ്യാവന്തരം നടത്തിയോ ഒന്നും പറയണില്ല. തിരിച്ച് ആശ്രമത്തിലെത്തിയിട്ടുള്ള കഥയാണ്. ബ്രഹ്മാവിൻ്റെ വരവൊക്കെ വർണ്ണിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.